പക്ഷെ മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ, പ്രത്യേകിച്ച് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു താരമാണ് റേജൻ രാജൻ. ഹലോ റേജൻ, വെൽക്കം ടു ഡൈൻ വിത്ത് ലവ്. സാറിനെ കണ്ടില്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തൊക്കെയുണ്ട് സാർ വിശേഷങ്ങൾ? മഴ പെയ്യുമ്പോൾ മുകളിലേക്ക് ഉയരുന്ന സാധനം അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. അത് സാധാരണ മുകളിലോട്ട് ഉയരുന്ന സാധനം എന്തുവാ? അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എനിക്ക് കിടന്നാൽ മഴ പെയ്യുമ്പോൾ എന്ത് സാധനം മുകളിലോട്ട് ഉയരുന്നത്? നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? കേരളത്തിലെ ഒട്ടുമിക്ക പുരുഷന്മാരും ഒരു പ്രഷർ കുക്കർ പോലെയാണ്. ജലനിരപ്പ് അല്ല, കൊട. ജലനിരപ്പ് ഉയരില്ലേ? തർക്കം വെക്കാണ്ട കാര്യം പറയുന്നത്. ചോദിക്കണ ചോദ്യം ശരിയായിട്ട് ചോദിക്കാൻ പറയും. ഉയരില്ലേ? അപ്പൊ അത് ഉത്തരല്ലേ? ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചുരുണ്ട മുടിയുള്ള സ്ഥലം ആണല്ലോ. ആരോട് എന്ത് എപ്പോ എങ്ങനെ സംസാരിക്കണമെന്ന് അറിഞ്ഞൂടാ. ബോധമില്ലാത്ത സ്ത്രീ. അതെ പാവം. എന്തോന്നു? അല്ല, ബോധമില്ലാത്ത സ്ത്രീ. അല്ല, കുട്ടിക്ക് എവിടെയാണ്? നിങ്ങളുടെ മുടി ഇങ്ങനെ ഇരിക്കുന്നത് ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ച് അവളെ ഇറങ്ങിയിരിക്കുക. തറവാട്ടി പറഞ്ഞതിന്റെ യാതൊരു ലക്ഷവും കാണുന്നു. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചുരുണ്ട മുടിയുള്ള സ്ഥലം. ഇനി ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. കാലം അല്ല, അക്ഷം അല്ല. നിങ്ങളെന്ത് പ്രാന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ക്യാമറ ഓൺ ആയിരിക്കണ ഞാൻ പച്ചക്ക് പറയും. കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. കുട്ടി തന്നെ പറയും. ആഫ്രിക്ക. എടാ മണ്ട. ആഫ്രിക്കയിൽ ആർക്കെങ്കിലും നീളമുള്ള മുടിയുണ്ടോ? പിന്നെ നീളത്തിലുണ്ട്. പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ. എവിടെ വായിലൊട്ടിക്കാനാ? എനിക്കിവിടെ വർത്തമാനം കെട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. ആവശ്യക്കാര് വാങ്ങാറില്ല, വാങ്ങുന്നവർ ഉപയോഗിക്കാറുമില്ല. ക്യാമറ ഓൺ ആയി പോയി. പറ. പോരട്ടെ. ശവപ്പെട്ടി.